അപ്പോഴേ ഇന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നേ. ഇത് നാളെ ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറിനുള്ളതായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ അരച്ച് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ തന്നെ ഞാൻ ഫിഷ് നമ്മൾ വീട്ടിൽ നിന്ന് മേടിച്ച് എനിക്ക് വെട്ടി തന്നു വിട്ടതാണ്. അപ്പോൾ അതും ഞാനൊന്ന് 2 സൈസ് മീനുണ്ട്. അപ്പോൾ ഞാൻ അയിലയും മത്തിയും അപ്പം ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഞാൻ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഫ്രീസറിനകത്തേക്ക് വെക്കുകയാണ്. അത് ഒന്ന് വേർതിരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും അതുമാത്രമല്ല നമ്മുടെ ഫ്രീസറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പെട്ടെന്ന് പറ്റും. അതുകൊണ്ടാണ് പിന്നെ ബാക്കിയും കൂടെ ഒരു ട്രിപ്പും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ദോശയുടെ ബാറ്റർ. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അരയ്ക്കാനിട്ടിട്ടാണ് ബാക്കി ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് അതൊന്ന് ആടിക്കിട്ടുമല്ലോ അങ്ങനെ. പിന്നീട് അതൊന്ന് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ തേങ്ങ തീർന്നിരിക്കുമായിരുന്നു. അപ്പം ഞാനൊരു തേങ്ങ പൊതിച്ച് കൊണ്ടുവന്നിട്ട് അതൊന്ന് തിരുകി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഒരു തേങ്ങയൊക്കെ എനിക്ക് തിരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസത്തേക്കൊക്കെ കാണാറുണ്ട്. ഞാൻ തോരനൊക്കെ കുറച്ച് തേങ്ങയെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അതും ഞാനൊന്ന് എടുത്ത് വെച്ചേക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് 2 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ കൂടെ നാളെ ഒന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഞാനൊന്ന് മൊത്തം ഒന്ന് അരിഞ്ഞെല്ലാം തോരന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സവാളയും പച്ചമുളകും ഒക്കെ ആയിട്ടൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഇന്ന് രാത്രിയിലത്തേക്ക് റാഗിയുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റാഗിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പുട്ടിന് വേണ്ടിയിട്ടൊന്ന് നനച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കുറച്ച് പഴം ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ 2 ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ട ഒരു ഓംലേറ്റുമായിട്ടാണ് നമ്മൾ